പഞ്ചാബിൽ നിന്നും ഒരു വിഭാഗം കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചു. ഹരിയാന അതിർത്തിയിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു. അതേസമയം കർഷകരുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിലെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് കർഷകർ ആവശ്യപ്പെട്ടാൽ അവർക്കിടയിലേക്ക് പോയി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്ര കാർഷിക സഹമന്ത്രി ഭഗീരഥ് ചൗധരി വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം, ഒരു ആശ്വാസ വാർത്ത എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം പഞ്ചാബിൽ നിന്നും ഒരു വിഭാഗം കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കാർഷിക അഭിവൃദ്ധിക്കായി കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന വലിയ പദ്ധതികൾ തിരിച്ചറിയാൻ രാജ്യത്തെ കർഷകർക്കായിട്ടുണ്ട് എന്നീ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. കർഷകർക്ക് ഏത് സമയം വേണമെങ്കിലും എത്താം, ചർച്ചകളിൽ ഏർപ്പെടാമെന്ന് കാർഷിക സഹമന്ത്രി ഭഗീരഥ് ചൗധരി കൂടി വ്യക്തമാക്കുകയാണ്, അല്ലേ? ദേവിക, ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത് അവർ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് അവർ തയ്യാറാണെങ്കിലും ഒരു ദിവസം മാത്രമാണ് സർക്കാർ നൽകുക എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് നാളെ ഒരു ദിവസം കൊണ്ട് സർക്കാർ ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്നുള്ളതാണ് കർഷക സംഘടനകളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 101 കർഷകരുമായി ഡൽഹിയിലേക്ക് ജാഥ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ഏറ്റവും ഒടുവിലായി ആഹ്വാനം ചെയ്തത്. ഏതായാലും ഈ കർഷക സംഘടനകൾ മുന്നോട്ട്, അതായത് ഹരിയാന അതിർത്തിയിലേക്ക് കടക്കുവാൻ ഹരിയാന പോലീസ് അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് എത്തി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹരിയാന പോലീസ് ഈ ശംഭു ബോർഡർ, അതായത് പഞ്ചാബും ഹരിയാനയും അതിർത്തി പങ്കിടുന്ന ശംഭുവിൽ അവിടെ പോലീസ് വലിയ ബാരിക്കേഡുകൾ തീർത്ത് ഇന്ന് കർഷകരെ തടഞ്ഞത്. കർഷകർ ഇന്ന് ചലോ ഡൽഹി എന്നുള്ള മാർച്ച്, അല്ലെങ്കിൽ ആ ആഹ്വാനവുമായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. ബാരിക്കേഡുകൾ മറികടന്നവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. പോലീസ് തീർത്ത ബാരിക്കേഡുകൾ പലതും തകർക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. ഏതാനും ചില കർഷകർക്ക് പരിക്കേറ്റതായാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം പോലീസ് വ്യക്തമാക്കുന്നത് ഈ കർഷകരിൽ ഒരാളുടെ കയ്യിൽ പിസ്റ്റൽ കണ്ടു എന്നുള്ളതാണ് പോലീസുകാരടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 2021 ഡൽഹിയിൽ കർഷകർ സമരം എന്ന പേരിൽ നടത്തിയ അക്രമങ്ങൾ, ആ അക്രമങ്ങളിൽ പോലീസ് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് ഈ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ കർഷകരുടെ മുഴുവൻ കടങ്ങളും എഴുതി എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുഴുവൻ വിളകൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ കർഷകർ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഏതാണ്ട് ഈ ശംഭു ബോർഡറിന് സമീപത്തായി തന്നെ ഇവർ തമ്പടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വളരെ നിർവീര്യമായ ഒരു സമരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ പിന്തുണ വീണ്ടും അവർക്ക് ലഭിച്ചത് അവർക്ക് ഈ കർഷക സമരവുമായി മുന്നോട്ട് വരാൻ ഊർജ്ജമായി എന്ന് വേണം കരുതുവാൻ. കോൺഗ്രസ് ഇതിനെ പൂർണ്ണമായും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമടക്കം വ്യക്തമാക്കിയത്. ഏതായാലും ഈ കർഷകർ എന്ന പേരിൽ 2021 അന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ നടത്തിയ അക്രമങ്ങൾ, ഡൽഹിയിലെ ചെങ്കോട്ടയിലടക്കം നടത്തിയ അക്രമങ്ങൾ, ആ അക്രമങ്ങൾക്ക് പിന്നിൽ ഖാലിസ്ഥാൻവാദികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതായത് ഇത്തരം മാർച്ചിലേക്ക് ഈ ദേശവിരുദ്ധ ശക്തികളടക്കം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹരിയാന അതിർത്തിയിൽ ഇത് തടഞ്ഞത്. അതേസമയം ഇന്ന് ഈ കർഷകരുമായി ഏതു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. ഡൽഹിയിലെ എല്ലാ വാതിലുകളും ഈ കർഷകർക്കായി തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് കർഷക സഹമന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, കർഷകർ ആവശ്യപ്പെട്ടാൽ അവിടേക്ക് എത്തി ചർച്ചയ്ക്ക് പോലും തയ്യാറാണെന്ന് കാർഷിക സഹമന്ത്രി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഒരു ദിവസം മാത്രം സമയമാണ് കർഷകർ ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ അടുത്ത നാളെ ഒരു ദിവസം കൊണ്ട് ഒരു തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിലേക്ക് വീണ്ടും ജാഥ നയിക്കുമെന്നുള്ളതാണ് കർഷക സംഘടനകളുടെ ഭീഷണി.